സോ ആദ്യം തന്നെ നമ്മൾ കമ്പഷൻ എന്നുള്ള ടേം അല്ലേ നമ്മൾ പറഞ്ഞത് ചാപ്റ്ററിന്റെ പേര് പോലെ. അപ്പൊ എന്താണ് മക്കളെ കമ്പഷൻ, എന്താണ് കമ്പഷൻ എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ വാട്ട് യു മീൻ ബൈ കമ്പഷൻ? എന്താണ് കമ്പഷന്റെ മീനിങ് നോക്കിയാലോ? കമ്പഷൻ ഇറ്റ് ഈസ് എ വാട്ട് കെമിക്കൽ പ്രോസസ്. അതൊരു കെമിക്കൽ പ്രോസസ് ആണ് മക്കളെ. സോ കമ്പഷൻ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ആണ്. അതൊരു കെമിക്കൽ പ്രോസസ് ആണ്. കെമിക്കൽ പ്രോസസ് ആണ്. ഓക്കെ അല്ലേ? കെമിക്കൽ പ്രോസസ് അല്ലേ? ക്ലിയർ അല്ലേ? നോക്ക്, ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇങ്ങനെ നോക്ക്, ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. ഒരു കെമിക്കൽ പ്രോസസ് ആണ്. അവിടെ കെമിക്കൽ പ്രോസസ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇൻ വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ. സബ്സ്റ്റൻസ് അത് എന്തോ ആയിക്കോട്ടെ, ഒരു സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് എന്താണ്? ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഹീറ്റും അതേപോലെ ലൈറ്റും. ഇത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഈസ് നോൺ ആസ് കമ്പഷൻ. അല്ലെങ്കിൽ ഓർ ദ പ്രോസസ് ഓഫ് burning of substance in air or oxygen with the evolution of heat and light is known as combustion. So മക്കളെ combustion എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ combustion? combustion എന്ന് വെച്ചാൽ ഇനീഷ്യലി ഒന്നുമില്ല, ജസ്റ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ആരുടെ പ്രസൻസിൽ? ഓക്സിജൻ വഴി. ഓക്സിജൻ വഴി ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോം ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ടേം ആണ് മക്കളെ എന്ത്? കമ്പഷൻ എന്ന് പറയുന്ന ടേം. മക്കളെ ക്ലിയർ അല്ലേ? നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് substance react with oxygen to give off heat and light. ഹീറ്റും ലൈറ്റും give off ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് എന്ത് മക്കളെ? കമ്പഷൻ. നിങ്ങൾക്ക് രണ്ട് ചോയ്സ് തരാം. നിങ്ങൾക്ക് ചോയ്സ് തരാം, whether you can choose this definition or you can choose this one. Both are the similar one. Okay, so ഏതാ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ? that you can choose. Okay, so I will be telling you to learn, understand both. Okay, ബോത്തും രണ്ടും ഏകദേശം ഗ്രാമേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ സെറ്റ് ആണ്. ബെറ്റർ you can learn this. Okay, the process of burning of substance, the process of that is a process. എന്താണ്? കെമിക്കൽ പ്രോസസ് ആണ്. എന്ത് പ്രോസസ് ആണ് മക്കളെ? മറക്കരുത്, അതൊരു കെമിക്കൽ ആണ്. കെമിക്കൽ ആണ്, ഫിസിക്കൽ അങ്ങനെയൊന്നും പറയാതെ ഇറ്റ്സ് എ കെമിക്കൽ. നമ്മളിവിടെ പറഞ്ഞ പോലെ കെമിക്കൽ പ്രോസസ് ആണ്. സോ കെമിക്കൽ പ്രോസസ് ആണ്, അത് വിട്ടുപോകരുത്. ഇൻ വിച്ച് air or oxygen, the process of substance in which air or oxygen with evolution of heat and light. Substance എന്താക്കും? the process of burning of substance in air അല്ലെങ്കിൽ ഓക്സിജൻ. അവരുടെ കൂട്ടത്തിൽ അവർ കാരണം ഓക്സിജനോ എയറോ അല്ലെങ്കിൽ നോക്കി ഒന്നുമില്ല, സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ അങ്ങനെയും പറയാം, അത് മതി, സിമ്പിൾ ആണ്. എന്നിട്ടോ വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഈസ് നോൺ ആസ് കമ്പഷൻ. ഇതാണ് കമ്പഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇത്രയും സിമ്പിൾ ആണ് മക്കളെ. ആര്? കമ്പഷൻ. ക്ലിയർ അല്ലേടാ? സെറ്റിലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരെ കുറിച്ച് പറയുന്നത്? കമ്പഷനെ കുറിച്ച് പറയുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്പഷൻ ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? ഒന്നുകൂടി ലാസ്റ്റ് ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സെറ്റിലെ? ഓക്കെ. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് പഠിച്ചോ. ദ പ്രോസസ് ഓഫ് ബേണിംഗ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ എയർ ഓർ ഓക്സിജൻ ഇൻ ദ എവല്യൂഷൻ ഓഫ് വിത്ത് ദ എവല്യൂഷൻ ഓഫ് വാട്ട്? ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇസ് നോൺ ആസ് വാട്ട്? കമ്പഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അതിന് ഫുൾ മാർക്ക് കിട്ടി. കമ്പഷന് ഫുൾ മാർക്കായി. കമ്പഷൻ എത്ര കിട്ടും? ഫുൾ മാർക്ക് കിട്ടില്ലേ മക്കളെ? സെറ്റിലെ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കമ്പഷനിൽ ഓർക്കേണ്ടതുള്ളൂ. സെറ്റ്? ഓക്കെ. നൗ നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം. ഓക്കെ, നോക്കാം. കമ്പഷൻ നമുക്കറിയാം, ഇവൻച്വലി കത്തൽ
നമ്മളിങ്ങനെ കത്തിക്കാന്നൊക്കെ പറയില്ലേ, വിറക് കത്തിക്കുക. സെയിം സംഭവം തന്നെയാണ് ഈ കമ്പഷനിൽ വരുന്നത് മക്കളെ. സോ വെദർ ഒരു സംഭവം ഇങ്ങനെ കത്തുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു സാധനം ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ബേണിംഗ് എന്നൊക്കെ പറയുന്നത് ടേം, വേറൊരു ടേം തന്നെയാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു കാര്യം കത്തുക എന്നൊരു രീതിയിൽ നമ്മൾ പറയില്ലേ, ബേൺ ആവുക, ബേണിംഗ്, ഒരു ഫയർ വന്ന് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫോർമേഷൻ ആണ് നമ്മൾ എന്ത് പറയാം മക്കളെ, കമ്പഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ സീ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്താണെടാ, നമ്മൾ കമ്പഷൻ പഠിച്ചല്ലോ. ഇനി എന്താണ് ഈ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്, ആരാണ് അത്, അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ഗോയിങ് ടു ബി ക്ലിയർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ മക്കളെ, സെറ്റിൽ അല്ലേ? സോ നമുക്ക് നോക്കാം കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. വാട്ട് യു മീൻ ബൈ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് നോക്കാം. ദ സബ്സ്റ്റൻസ് നോട്ടിൽ എഴുതുന്നില്ലേ കുട്ടാ? Okay. The substance that undergo what? Compression. The substance that is going what? Compression. Compression നടക്കുന്ന substance, അതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? നമ്മൾ എന്താ വിളിക്കുക? Combustible substance എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. The substance that undergo compression is called combustible substance. The substance that undergoes compression is called combustible substance. It is also called fuel. It is also called എന്താണ്? ഫ്യൂൽ എന്നും വിളിക്കാം. കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് അങ്ങനെ എന്താ പറയാ, അങ്ങനെ കത്താൻ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? ഫ്യൂൽ എന്ന് നമുക്ക് പറയാം. ദ ഫ്യൂൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. ഇവിടെ നമ്മൾ എന്താ പറയാ, ഫ്യൂൽ മേ ബി കൺസിഡേർഡ് സോളിഡ്, ലിക്വിഡ് ഓർ gas. So the substance that undergo combustion is called combustible substance. It is also called as fuel. The fuel may be solid, liquid or gas. Some examples of combustible substance are ആരൊക്കെയാണ് മക്കളെ? വുഡ്, നമുക്കറിയാലോ വുഡ് ഉണ്ടാവും. വുഡ് ഉണ്ടാവില്ലേ മക്കളെ? വുഡ്, കോള്, പെട്രോള്, കെറോസിൻ, LPG എക്സെട്ര. സി, നിങ്ങൾ ഇവിടെ കണ്ടു ഒരു വാക്ക് ഫ്യൂൽ എന്ന് പറഞ്ഞു. ഫ്യൂൽ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ആദ്യം വരിക ഫ്യൂൽ അടിക്കാൻ പോവാ, ഫ്യൂൽ ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മൾ കത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരിക, നമ്മൾ മൈൻഡിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് വരിക എന്താണ്? പെട്രോളും ഡീസലും കാര്യങ്ങളാണ്. ഇവിടെ ഫ്യൂൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും മക്കളെ? ഫ്യൂൽ ആരാണ്? ഫ്യൂൽ എന്ന് പറയുമ്പോൾ അത് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആവും. അതിൽ വുഡ് വരാം, കെറോസിൻ വരാം, പെട്രോൾ വരാം, ഡീസൽ വരാം, ഇതൊക്കെ വരും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. സെറ്റിലെ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടി നോക്കാം. ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കമ്പഷൻ ഈസ് കോൾഡ് combustible substance. The substance that undergo combustion is called combustible substance and it is called fuel. It is also called എന്താണ് മക്കളെ? Fuel. It is also known as fuel. Okay. The fuel may be എന്താണ്? Solid ആവാം, liquid ആവാം and maybe gas ആവാം. Clear അല്ലേ? And also some example of combustible substance are wood, coal, petrol, kerosene, LPG etc. എന്തൊക്കെയാണ് മക്കളെ? വുഡ് ഉണ്ടാവും അല്ലേ? വുഡ് ഉണ്ടാവും, കോൾ ഉണ്ടാവും, പെട്രോൾ ഉണ്ടാവും ഇല്ലേ? ഇനിയോ കെറോസീൻ ഉണ്ടാവും അല്ലേ? ഇനിയോ LPG ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കംപ്ലീറ്റ്ലി ഡൺ ഇസ് ഇറ്റ്? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിൽ പഠിച്ചത്. ക്ലിയർ അല്ലേ മക്കളെ? ഇതിൽ എത്രയൊന്നും ഇല്ലല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? സോ ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കമ്പഷൻ ഇസ് കോൾഡ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്യൂൽ. ദ ഫ്യൂൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. സം എക്സാമ്പിൾസ് ഓഫ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആർ ആരാണ്? വുഡ്, കോൾ, പെട്രോൾ, kerosene, LPG etc. ഇതാണ് combustible substance. Clear അല്ലേ മക്കളെ? I hope the concept of combustible substance is clear for you. Now see, നമുക്ക് കാണാം വുഡിന്റെ കേസിലുണ്ടോ? നമുക്കറിയാം നമ്മുടെ വുഡ്, നമ്മുടെ വിറക് കഷ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. പിന്നെ നമുക്കറിയാം കോള്, നമ്മുടെ കൽക്കരി ഒക്കെ, അത് നമുക്ക് പഠിക്കാനുമുണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, കോൾ ആൻഡ് പെട്രോൾ എന്ന ചാപ്റ്ററിന്റെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതാ LPG, നമുക്കറിയാം നമ്മുടെ വീടുകളിലെ സിലിണ്ടർ, ഗ്യാസ് കുറ്റി അല്ലെ? പിന്നെ നമുക്കിതാ കെറോസിൻ ഉണ്ട്. ഇത് കെറോസിൻ അല്ല, ഇത് കെറോസിൻ യൂസ് ചെയ്യുന്ന ഒരു വിളക്കാണ്. നമ്മൾ എന്താ പറയാ ഓൾഡ് ടൈംസിലൊക്കെ
കെറോസിന്റെ കളർ ഒരു ബ്ലൂ കളറാണ്. ഒരു ബ്ലൂ കളർ ബോട്ടിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റേഷൻ ഷോപ്പിലൊക്കെ അവ കിട്ടും. ഓക്കെ, ഒരു ബ്ലൂ കളറിലെ ഒരു നമുക്ക് കിട്ടും ബോട്ടിൽ, നമുക്കൊരു ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും. അതാണ് കെറോസിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിൽ നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതും. വുഡിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, പറയണ്ടാലോ. പിന്നെ കോളിങ്ങിനാണ് ജസ്റ്റ് ഒരു സ്റ്റോൺ പോലെ നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. പിന്നെ നമ്മുടെ എൽ പി ജി ഗ്യാസ്, പിന്നെ കെറോസിൻ. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, നൗ സി നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. എന്തിനാണ് മക്കളെ ഈ നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ എന്താണ് നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇനി എന്താണ് നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ, നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്താണ്? നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ശ്രദ്ധിക്കുക. The substance that does not undergo combustion. കമ്പഷൻ നടക്കുന്നില്ല, നടത്താത്ത ആര്? ആ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാ? നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെ? The substance that does not undergo, the substance that does not undergo combustion is called non-combustible സബ്സ്റ്റൻസ്. ഇപ്പൊ ക്ലിയർ ആയോ മക്കൾ? ഇപ്പൊ പിടികിട്ടിയോ? ഒന്നുമില്ല. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ കമ്പഷൻ ഇസ് കോൾഡ് നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നോക്ക്, റോക്ക് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, വാട്ടർ, സാൻഡ് എക്സെട്ര. ആരൊക്കെയാണ് നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ നോക്കാം. നോൺ കമ്പസ്റ്റബിൾ ആരൊക്കെയാണ് മക്കളെ? ആരൊക്കെയുള്ളത്? വി ഹാവ് റോക്ക്, നമ്മളെ റോക്ക് ഉണ്ട്. രണ്ടാമത് സ്റ്റീൽ ഉണ്ട്, സ്റ്റീല് നിങ്ങൾക്കറിയാം, TMT സ്റ്റീൽ ഉണ്ട്. പിന്നെ വാട്ടർ, നമ്മുടെ H2O, നമ്മുടെ സ്വന്തം H2O. പിന്നെ നമുക്ക് സാൻഡ് ഉണ്ട്, പൂഴി, മണൽ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ റോക്ക്, സ്റ്റീല്, വാട്ടർ, സാൻഡ് ഇവയൊക്കെയാണ് എന്ത് മക്കളെ? നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. The substance that does not undergo combustion is called non-combustible substance. Clearly, the substance that does not undergo combustion is called non-combustible substance. Clearly മക്കളെ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതാ അതിന് എക്സാമ്പിൾ നമുക്കറിയാം. സാൻഡ് ഉണ്ട്, സ്റ്റോണ്, സാൻഡ് ഇവയൊക്കെ എന്താണ് ഈ കമ്പസ്റ്റബിൾ നോൺ കമ്പസ്റ്റബിൾ ഉദ്ദേശിക്കുന്നത്? ഇവയൊക്കെ കത്തുവോ മക്കളെ? ഇതിലൊക്കെ തീ വന്നാൽ ഇത് കത്തുവോ? ഇല്ല, അവര് കത്തില്ലാലോ. അവര് ആ തീ കെടുത്തുന്ന ആൾക്കാരല്ലേ. സോ നമുക്കറിയാം അത് സാൻഡിന്റെ കേസിലായിക്കോട്ടെ, സ്റ്റോണിന്റെ കേസിലായിക്കോട്ടെ, സ്റ്റീലിന്റെ കേസിലായിക്കോട്ടെ, അവർ കത്തില്ല. സോ ദേ വോണ്ട് അണ്ടർഗോ കമ്പഷൻ. സോ അതുകൊണ്ടാണ് അവര് നോൺ കമ്പസ്റ്റബിൾ എന്ന് വിളിക്കാനും കാരണം. കോൺസെപ്റ്റ് പിടികിട്ടിയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നൗ ലെറ്റ്സ് സീ കണ്ടീഷൻ ഫോർ കമ്പഷൻ. ഇത് നമ്മളിപ്പോ കമ്പസ്റ്റബിളും പറഞ്ഞു, നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻ ഓഫ് കമ്പഷൻ. കമ്പഷൻ നടക്കാനുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ കമ്പഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മക്കളെ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? പിടികിട്ടുന്നുണ്ടോ? സെറ്റല്ലേ? കണ്ടീഷൻ ഫോർ കമ്പഷൻ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. നോക്ക്, presence of fuel or combustible substance. Presence of fuel or combustible substance. ഒരു സംഭവം കമ്പഷൻ നടക്കാൻ വേണ്ടി അതിന് മെയിൻ ആയിട്ട് അതിന്റെ ഒരു എലമെന്റ് വേണം, അല്ലേ മക്കൾ? സബ്ജക്റ്റ് വേണം, അല്ലേ? അത് നമ്മൾ എന്താ പറയാ? ഒരു ഫ്യൂവലോ അല്ലെങ്കിൽ ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസോ അവിടെ വേണം. അപ്പൊ എന്താണ് കണ്ടീഷൻ നമ്പർ 1? എന്താണ്? ഫ്യൂവൽ ഓർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഇതുണ്ടാവണം. ക്ലിയർ ആയോ മക്കളെ? ഇതാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത്. അത് കിട്ടി. ഇനിയോ പ്രൊവൈഡിങ് ടെമ്പറേച്ചർ വേണം. നോക്ക്, ഒരു തണുത്ത ക്ലൈമറ്റിലാണെങ്കിൽ നമ്മൾ ഈ കമ്പഷൻ ചെയ്യണമെങ്കിൽ അതിന് പറ്റുമോ? കണ്ടീഷൻ നോക്ക് നിങ്ങളെ. അതിപ്പോ ഒരു പേപ്പറാണ് നിങ്ങൾ എടുത്തത് കത്തിക്കാൻ വേണ്ടിയിട്ട്. ആ പേപ്പർ കുറച്ച് നനവുള്ള പേപ്പർ ആണെങ്കിൽ അത് കത്തുവോ?
ഇല്ല. കാരണം അവിടെ മോയിസ്റ്റ് കണ്ടന്റ് H2O കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ H2O എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചതല്ലേ മക്കളെ? നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതല്ലേ? അപ്പൊ ഈ ഒരു കണ്ടന്റ്, ഈ ഒരു മോയിസ്റ്റ് ഉള്ളത്, ഈ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുപ്പ് വൈബിലുള്ള തണുത്ത ഒരു സംഭവം നമ്മൾ കത്തിക്കാൻ പോകുമ്പോൾ അവിടെ കംപ്രഷൻ നടക്കില്ല. അപ്പോ എന്താണ്? ടെമ്പറേച്ചർ അവിടെ ഒരു ഫാക്ട് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ റെയിനി സീസൺ അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചർ, ഈ ടൈമിലൊക്കെ മോയിസ്റ്റ് കണ്ടീഷൻ ഉണ്ടാവും. ഹ്യൂമിഡ് എന്താ പറയാ, തീരെ എന്താ പറയാ ഹീറ്റ് ഉണ്ടാവില്ല. അവിടെ എന്താ പറയാ ലെസ് ആയിട്ട് തണുത്തൊരു കണ്ടീഷൻ ഉണ്ടാവില്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് തിങ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി പ്രസൻസ് ഓഫ് ഓക്സിജൻ മസ്റ്റ് ആണ്. ഈ പ്രസൻസ് ഓഫ് ഓക്സിജൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കണമെങ്കിൽ, കണ്ടറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയിട്ട് നിങ്ങളെ വീട്ടിലെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ അമ്മയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം, കാണാം. അവര് ജസ്റ്റ് എന്താ പറയാ, നമ്മള് വിറകൊക്കെ അടുപ്പിലിട്ട് നമ്മൾ കത്തിക്കും, നമ്മൾ ജസ്റ്റ് ഊതും, നമ്മൾ ജസ്റ്റ് ഓക്സിജൻ സപ്ലൈ അങ്ങോട്ടേക്ക് കൊടുക്കും, നമ്മളൊരു എയർ കൊടുക്കും അങ്ങോട്ടേക്ക്. നമ്മൾ ജസ്റ്റ് ഊതിയിട്ട് എന്താവും, അവിടെ ഓക്സിജൻ വന്ന് അല്ലെങ്കിൽ എയർ വന്ന് അവിടെ ഹീറ്റ് സ്പ്രെഡ് ആവും. ഈ ടെൻഡൻസി നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കിച്ചണിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാ വീട്ടിലും അടുപ്പുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉള്ളവർ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക, എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പ്രസൻസ് ഓഫ് ഫ്യൂവൽ ഓർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് പ്രൊവൈഡിങ് ടെമ്പറേച്ചർ. പിന്നെന്താണ് മക്കളെ? പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയർ. ഇത്രയും കാര്യങ്ങളാണ് കമ്പഷന് വേണ്ടിയുള്ള കണ്ടീഷൻസ്. ക്ലിയർ ആണോ മക്കളെ? പ്രസൻസ് ഓഫ് ഫ്യൂവൽ ഓർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് പ്രൊവൈഡിങ് ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ സി ഫയർ ട്രയാങ്കിൾ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. ഫയർ ട്രയാങ്കിൾ എന്താണ്? ഒന്നുമില്ല, നിങ്ങൾ ഒരു ഹീറ്റ് എടുത്ത് ഒരു ഫ്യൂവൽ ഉണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്പഷൻ പോസിബിൾ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്താണ്? ഒരു കമ്പഷൻ നടക്കണമെങ്കിൽ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ഹീറ്റ് വേണ്ടേ? ഒരു സോഴ്സ് ഓഫ് ഹീറ്റ് വേണ്ടേ? ഒരു ഫ്യൂവൽ പോകണം. ഒരു ഫ്യൂവൽ അത് എന്തുമാവാം, അത് ഈവൺ ഒരു പെട്രോൾ ആവാം അല്ലെങ്കിൽ വുഡ് ആവാം, എന്തുമാവാം. അവിടെ ഒരു സോഴ്സ് വേണം. പിന്നെ ഒരു ഓക്സിജൻ പ്രസൻസും കൂടി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് എന്താവും? കത്തും. അതിന് നമ്മൾ എന്താണ്? കമ്പഷൻ നടക്കും എന്ന് പറയാം. ഇതിനെ ഓൾടുഗെദർ നമ്മൾ പറയുമ്പോൾ എന്താണ് പറയാ? ഫയർ ട്രയാങ്കിൾ എന്ന് പറയാം. ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ രൂപത്തിലല്ലേ അവരുള്ളത്. അപ്പൊ എന്താണ്? O2 ഫ്യൂവൽ ഹീറ്റ്. ഇതാ ഹീറ്റ് കൊടുത്തു ഇവിടെ. അപ്പോ എന്തില്? ഫ്യൂവലില്, നമ്മുടെ ഫ്യൂവലിൽ ഇവിടെ ഹീറ്റ് കൊടുത്തു, ഓക്സിജനും കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി മക്കളെ? ഇവിടെ ഫയർ വന്നു. ഇവിടെ എന്തായി? ഇവിടെ ഇങ്ങനെ ഫയർ വന്നു. ഇവിടെ എന്തായി നമുക്ക് പറയാൻ പറ്റും മക്കളെ? ഇവിടെ കമ്പഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്ത് പറയാം? നമുക്ക് കമ്പഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങള് ഫയർ ട്രയാങ്കിളിലെ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫയർ ട്രയാങ്കിൾ ഈസി അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ മക്കളെ? സോ ഡു വെൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നില്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ.